ശരി ശ്രീ അനുരാജ് ഈ സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിലേക്ക് കൂടി പോയിട്ട് വേണം അവസാനിപ്പിക്കാൻ. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് മുജീബ് റഹ്മാൻ വളരെ പെട്ടെന്ന് വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണം ഇവിടെ ഉന്നയിച്ചു. അത് സിൻഡിക്കേറ്റ് മെമ്പർ എങ്ങനെയാണോ വേണ്ടതെന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് മെമ്പർ തീരുമാനിക്കുന്ന ചാനൽ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല, അതിന് വേറെ രീതിയിട്ട് ആ രീതി ചെയ്യുന്നുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള ഇതിലെ പ്രവർത്തനവും ആ ബോധമൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ വ്യക്തിപരമായിട്ട് ഈ സഹ പാനലിസ്റ്റുകളെ ആരെയും പരാമർശിച്ചിട്ടില്ല. അത് വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അവസരത്തിൽ ഞാൻ പറയണം. ഞാൻ അവസരത്തിൽ നിൽക്കായിരുന്നു. ഇവരൊക്കെ പലരും ചിലർ ചെയ്തതുപോലെ മറ്റുള്ളവരുടെ ടേണിൽ കയറി പറയുകയോ അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകും അപ്പൊ ചാടിക്കയറി പറയുന്നത് ശരിയല്ല. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മളൊരു മതനിരപേക്ഷം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ പ്രായം വരുമ്പോൾ അതിന്റെ പക്വതയൊക്കെ നമ്മൾ കാണിക്കണം. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അവസരം വരുമ്പോൾ പറയാനുണ്ട്. നേരത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പം ഗുരുപൂജ വിവാദം ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു മൈമിന്റെ ഒരു വിവാദം ഉണ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കറിയുന്ന കാര്യമുണ്ട്. ഞാനിപ്പോ ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞല്ലോ വളരെ രമ്യമായി പരിഹരിക്കുന്നു പറഞ്ഞില്ലേ. രമ്യമായി പരിഹരിച്ച പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അടുത്ത കാലത്ത് കറുപ്പ് വസ്ത്രം ധരിച്ച് കുട്ടികൾ വന്നപ്പോൾ കോളേജിൽ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ തടഞ്ഞു കഴിഞ്ഞിട്ട് അത് ആരും പുറത്തറിയാത്ത രീതിയിൽ പരിഹരിച്ചു. അങ്ങനെ വേണ്ടിയിരുന്ന് പരിഹരിക്കാൻ. ഇപ്പൊ എറണാകുളത്ത് സംഭവിച്ചെന്താ, ഇത് വലിയധികം വിവാദമായി, വലിയ ചർച്ചയായി, സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ അപകടവും സംഭവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഗുണകരമായിട്ടും ദോഷകരമായിട്ടും എത്ര വീഡിയോകളും എത്ര റൈറ്റപ്പുകളാണ് സോഷ്യൽ മീഡിയ. സ്കൂളിലായിരുന്നോ? അല്ലല്ല, കോളേജിലാ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അത് അടഞ്ഞ അധ്യായമാണ്. ഇപ്പൊ ഞാൻ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിം മാനേജറുള്ള കോളേജുകൾ തന്നെ ഈ പറയുന്ന മുഖം മറച്ച വസ്ത്രം ധരിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ അത് ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ ചെയ്തത് നന്നായി. മതനിരപേക്ഷ സമൂഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറേ നിങ്ങൾ ചെയ്തത് നന്നായി. അപ്പൊ അത്തരത്തിൽ നല്ലൊരു കേരളം ഉണ്ടാകുക എന്നുള്ളത്, നല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം ഉണ്ടാകുക എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ മാത്രമല്ല, ഞാൻ JNUവിന്റെ കോർട്ട് മെമ്പറാണ്. അതുപോലെ തന്നെ മലയാള യൂണിവേഴ്സിറ്റിയുടെ അഡ്വൈസറി ബോർഡിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എടുക്കുന്ന നിലപാട് കേരളത്തിന്റെ പൊതു നന്മയാണ്. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ലിംഗങ്ങൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും നന്നാവണം. നമ്മുടെ കേരളം ഈ പറഞ്ഞ രീതിയിൽ ഒരു ഭാർഗവ്യതയിലേയും ആകാതെ. ഇപ്പോഴത്തെ സ്ഥിതി എന്താ, ഒരു കാലത്ത് നമ്മൾ മിഡിൽ ഈസ്റ്റിനാണ് നമ്മുടെ ആൾക്കാർ പോയിരുന്നെങ്കിൽ ഇപ്പൊ യൂറോപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. കേരളത്തിൽ എന്ത് സാഹചര്യമാണുള്ളത്? ആ സാഹചര്യം ഉണ്ടാക്കാൻ വിദ്യാഭ്യാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ. അതിന്റെ ഏറ്റവും എന്തായാലും സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതിഥികൾക്ക് ഒരു അല്പസമയം കൂടി തുടരാമെങ്കിൽ ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞുപോയി. തുടരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ശ്രീ അനുരാജ്. അല്ല, ഞാൻ പറഞ്ഞ ഈ വിവാദത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സമയം അനുവദിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് തുടരാം. അതായത് അനുരാജ് പറഞ്ഞതിന് ശേഷം വരാം, ചർച്ച അവസാനിക്കുന്നില്ല. എന്തെങ്കിലും മുറിപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് വിട്ടുവീഴ്ച എന്ന് നമ്മൾ പറയേണ്ടത്. അതിനെ ഇനി അങ്ങോട്ടേക്ക് ഒരു അടുത്തൊരു എപ്പിസോഡ് ഉണ്ടാകാത്ത രീതി, അവസാനം ഉണ്ടായ നിർഭാഗ്യകരമായ എപ്പിസോഡാണ് ഈ കണക്കെടുപ്പ് എന്നൊക്കെ പറയുന്നത്. അതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ വെച്ച് ഇതിനെ അവസാനിപ്പിക്കുക. അതിന് എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള പല സംഘടനാ നേതാക്കന്മാർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കൊക്കെ സൃഷ്ടിപരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുക. അതിനെ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരാതെ, പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവരാതെ. അതാണ് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും പറയും മാധ്യമങ്ങൾ നെഗറ്റീവ് വാർത്തയുടെ പറയുകയാണ്. അങ്ങനെയല്ല, സമൂഹമാണ് മാധ്യമങ്ങളെ മോശമാക്കുന്നത്, സമൂഹമാണ് വിദ്യാഭ്യാസത്തെ മോശമാക്കുന്നത്. അപ്പൊ നമുക്ക് പല വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ടാവും, പല മാറ്റങ്ങൾ വരുത്താനുണ്ടാവും. ഈ പറഞ്ഞ ഈ യൂണിഫോം ആരും നിർബന്ധം പിടിക്കുന്നില്ല, ഇത്തരം വസ്ത്രധാരണം പാടില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോഴത്തെ വ്യവസ്ഥ നിർഭാഗ്യവശാൽ എന്ന് പറയേണ്ടി വരും, അതങ്ങനെയാണ്. അപ്പൊ അതിനെ തിരുത്താൻ വ്യവസ്ഥാപിതമായിട്ടൊരു മാർഗ്ഗം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ അവിടെ വിട്ടുവീഴ്ച ചെയ്യുക, ഇവിടെ വിട്ടുവീഴ്ച ചെയ്യുക, അങ്ങനെയല്ല. അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഒരു പ്രിൻസിപ്പലോ ഒരു ടീച്ചറോ ഒരു മാനേജ്മെന്റോ ചെയ്യേണ്ടതല്ല. അതെല്ലാവർക്കും ബാധകമായിരിക്കണം. ഞാൻ പറയുന്നത് അത് മുസ്ലിം മാനേജ്മെന്റ് ആയാലും ക്രൈസ്തവ മാനേജ്മെന്റ് ആയാലും ഹിന്ദു മാനേജ്മെന്റ് ആയാലും രാഷ്ട്രീയ പഠന സ്കൂളുകളിൽ ഇൻഡിവിജ്വൽ മാനേജ്മെന്റുകളില്ലേ, ചിലപ്പോൾ അവർക്ക് മതം ഉണ്ടാവില്ല, അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അതൊന്നും ഇതിലേക്ക് കടന്നു വരാതെ അതത് സമയം അതിനെ മാറ്റണം. അപ്പൊ അതിന് ചെയ്യേണ്ടത് നിയമപരിഷ്കാരം വരിക വേണ്ടത്. ഗവൺമെന്റ് അതാ ചെയ്യേണ്ടത്, അല്ലാതെ ഗവൺമെന്റ് കൂടി ഇതിനകത്ത് ഇടപെട്ടതല്ല വേണ്ടത്. നിയമപരമായിട്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, സ്കൂളിൽ ചില കാര്യങ്ങളിൽ മതങ്ങളെ പാടില്ല, മതപരമായ ചിഹ്നങ്ങളെ കൊണ്ടുവരാനേ പാടില്ല എന്നൊരു വ്യവസ്ഥ അവിടെയുണ്ട്. എത്ര നിയമങ്ങൾ ഇങ്ങനെ പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ട്. അല്ല, സർക്കാർ ഒരു ഘട്ടത്തിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. നടപ്പാക്കാൻ പറ്റിയ അഭിലാഷേ? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്കൂളിൽ നടപ്പാക്കിയപ്പോൾ അത് വിവാദമായിട്ട് പിൻവലിക്കേണ്ടി വന്നില്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ ഇത് മാത്രമാണ് ഇവിടുത്തെ വിഷയം, മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഉണ്ട്, പലതരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കിടക്കും. നമ്മളത് തിരുത്തണം. ഇനി നമ്മൾ ഈ കോഴ്സുകളുടെ ഉള്ളടക്കത്തിലേക്ക് പോയാൽ വളരെ അപകടകരമാണ്. തെറ്റായ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എത്ര സ്കൂളുകൾ ഉള്ളടക്കം കൊണ്ട് പ്രശ്നത്തിലായിട്ടുണ്ട്.
അത് ചിലതിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പല സ്ഥലത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അധ്യാപകരുടെ നിലവാരം എന്താണ്? യഥാവിധി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണോ ഉള്ളത്? അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വിദ്യാഭ്യാസത്തിൽ അടിമുടിയുണ്ട്. അപ്പൊ വിദ്യാഭ്യാസവും നാടിന്റെ നന്മയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ഈ സംഘടനകൾക്ക് എല്ലാം നല്ല മനസ്സുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു ഫോറത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഒരു നല്ല വിദ്യാഭ്യാസ മേഖലയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, അതിനെ പർവ്വതീകരിച്ച് വലിയ പ്രശ്നമാക്കിയിട്ട് അതാണ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നം. കേരളത്തിൽ എന്തെല്ലാം വേറെ ഗൗരവമുള്ള വിഷയങ്ങൾ. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. നേരത്തെ പി ജോസഫ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അനുരാജ് താങ്കൾ ഇടപെട്ടത്. ശ്രീ പി ജോസഫ്, ആ ഘട്ടത്തിൽ ഉന്നയിച്ച ഒരു സംശയം എന്നത് ഈ വിഷയത്തെ നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഇപ്പോൾ അനസ് എന്ന് പറയുന്ന രക്ഷിതാവ് ഈ സ്കൂളിലെ കുട്ടിയെ മാറ്റാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മുജീർ റഹ്മാൻ പറയുന്നത്. പക്ഷേ മാധ്യമങ്ങളോടക്കം നേരത്തെ കിട്ടിയ ഇൻപുട്ടുകൾ അനുസരിച്ച് എന്തായാലും ഇതുവരെയും TC വാങ്ങിയതായി എനിക്ക് അറിവില്ല. മാത്രമല്ല ഈ വിവാദമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഒരു പക്ഷേ നമ്മൾ ഓർക്കുന്നുണ്ടാകും, അവിടെ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊക്കെ ചർച്ച ചെയ്തുവെന്നും അങ്ങനെ ചർച്ച ചെയ്ത് ഈ പരിഹാരം അവസാനിച്ചുവെന്നും അതേ രക്ഷിതാവ് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്, എൻ്റെ കുട്ടിയെ ഞാൻ ഈ യൂണിഫോം ധരിപ്പിച്ച് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിലപാടിനനുസരിച്ച് വിടാൻ ഒരുക്കമാണ് എന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും മുജീബ് റഹ്മാൻ പറയുന്നുണ്ട് ആ നിലപാടാണ് ഈ രക്ഷിതാക്കൾക്കുള്ളത് എന്ന്. അപ്പോൾ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ അവർ ഒരുക്കമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ശരീരഭാഷ ആയിരുന്നില്ല സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പ്രിൻസിപ്പളിൻ്റെയും ഒപ്പം PTA പ്രസിഡന്റിൻ്റെയും ഇന്ന് ആ രക്ഷിതാക്കളുടെ, അത് ഞാൻ ആവർത്തിക്കുന്നു, ഈ പെൺകുട്ടിയുടേതല്ല മറ്റ് 2 കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് ഈ പേരുകളടക്കം തന്നെ, അതായത് പ്രിൻസിപ്പൽ എന്നും PTA പ്രസിഡന്റ് എന്നും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വ്യക്തികൾ മാത്രമാണോ ഇത്തരത്തിലൊരു അസഹിഷ്ണുത പുലർത്തിയത് എന്നതും സ്വാഭാവികമായി സംശയമായി വരുമല്ലോ. തീർച്ചയായും അവർ അസഹിഷ്ണുത പുലർത്തിയെങ്കിൽ അത് വളരെയധികം വേദനാജനകവും അത് തിരുത്തപ്പെടേണ്ടതുമാണ്. ഞാൻ പറഞ്ഞ സ്വാഭാവികമായും ഇവിടെ രമ്യമായി പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. മറ്റൊരു മതത്തിൽ അവരെ സംബന്ധിച്ചത് ആവശ്യമാണെങ്കിൽ ഹിജാബ് അവരുടെ നിയമാവലിയിൽ മാറ്റം വരുത്തണമെങ്കിൽ ആവശ്യമില്ല, അടുത്ത വർഷം വരെ മാറ്റം വരുത്തണം. ഈ വർഷം ഇങ്ങനെ പോകുന്നതിൽ പോട്ടെ, അടുത്ത വർഷം വരെ അവർ ആ നിയമാവലിയിൽ മാറ്റം വരുത്തി ഹിജാബ് ധരിച്ച കുട്ടികളെയും അവിടെ പ്രവേശിക്കാനുള്ള അവസരം കൊടുക്കണം. സ്വാഭാവികമായും നമുക്കിവിടെ വേണ്ടത് ശാന്തി സമാധാനവുമാണ് ആവശ്യമുള്ളത്, അല്ലാതെ ഏറ്റുമുട്ടലുകളല്ല. രണ്ടാമതായിട്ട് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ അവിടെ കടന്നു വരിക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതൊരു എയ്ഡഡ് സ്കൂൾ അല്ല, ഇതൊരു CBSE സ്കൂൾ. അവിടെ ഫീസ് കൊടുത്ത് മാത്രം പഠിക്കുന്ന പിള്ളേർ അവിടെ ചെല്ലുന്നത്, അത് മനസ്സിലാക്കണം. അതായത് ഫീസ് കൊടുക്കാതെ ആർക്കും അവിടെ പഠിക്കാൻ സാധിക്കത്തില്ല. ഗവൺമെന്റ് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ആപ്പാടെ ഗവൺമെന്റ് NOC മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത്. അപ്പൊ സ്വാഭാവികമായും അവർക്കൊരു പക്ഷേ എന്തുകൊണ്ടാണ് അവരുടേതായ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അങ്ങനെ അവർ നിയമാവലിയിൽ മാറ്റം വരുത്താത്തത് എങ്കിൽ പോലും നമ്മളെ കൊണ്ടൊക്കെ സാധിക്കുന്ന രീതിയിൽ അതിനെ അവരെ ബോധവൽക്കരിച്ച് അടുത്ത വർഷം വരെ ആ നിയമാവലിയും മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അല്ല, പക്ഷേ മാനേജ്മെന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ നിയമാവലിക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകൂ എന്നല്ലേ അവർ പറയുന്നത്. ആ പ്രിൻസിപ്പൾ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അത് മാത്രമല്ല കോടതി വിധി നിലവിലുണ്ട് എന്നവർ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ അടുത്ത വർഷം അവർ അങ്ങനെ നിയമം മാറ്റുമെന്ന് കരുതാൻ പറ്റുമോ? അവർ കോടതി വിധിക്ക് അനുസരിച്ച് പോകുമെന്നല്ലേ പറയുന്നത്. അല്ല, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ആ വിദ്യാർത്ഥികളെ പഠിക്കാൻ അങ്ങനെ അവസരമില്ലാത്ത